നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. BSc നഴ്സിംഗിനും പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾക്കും ഡിപ്ലോമ കോഴ്സുകൾക്കും കേരളത്തിലും കേരളത്തിന് പുറത്തും ഉള്ള സ്ഥലങ്ങളിൽ നീറ്റ് എക്സാമിന്റെ അടിസ്ഥാനത്തിലും ഓരോ സ്റ്റേറ്റ് നടത്തുന്ന എൻട്രൻസ് എക്സാമിന്റെ അടിസ്ഥാനത്തിലും അഡ്മിഷൻ ലഭിക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോകളാണ് ഈ ചാനലിലൂടെ ചെയ്യുന്നത്. അതുപോലെ ഓരോ സ്ഥാപനങ്ങൾ സ്വന്തമായി നടത്തുന്ന എൻട്രൻസ് എക്സാമിന്റെ അടിസ്ഥാനത്തിലും വിവിധ കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നുണ്ട്. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസിൽ BSc നഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷൻ നൽകുന്നത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ സ്വന്തമായി നടത്തുന്ന എൻട്രൻസ് എക്സാമിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസിൽ BSc നഴ്സിംഗിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എടുത്ത് പഠിച്ച് 60% മാർക്കോടുകൂടി പാസ്സായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. 550 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. amrita.edu എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടത്. അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നാണ് എന്ന് വെബ്സൈറ്റിൽ കൊടുത്തിട്ടില്ല. 2024 മാർച്ച് മാസത്തിൽ ആയിരുന്നു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. മെയ് 18, 19 തീയതികളിലാണ് എൻട്രൻസ് എക്സാം നടന്നത്. 2025 ആപ്ലിക്കേഷൻ വളരെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2025 +2 എക്സാമിന് ശേഷം റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് 2025 +2 എക്സാം എഴുതുന്ന കുട്ടികൾക്കും അപ്ലൈ ചെയ്യുവാനായിട്ടുള്ള അവസരം ലഭിക്കുന്നതാണ്. അപേക്ഷിക്കുവാനുള്ള പ്രായപരിധി 17 മുതൽ 23 വയസ്സ് വരെയാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കഫേ വഴിയോ ആപ്ലിക്കേഷൻ നൽകുന്നതാണ് നല്ലത്. ടോട്ടൽ സീറ്റിൽ 50% സീറ്റിൽ അഡ്മിഷൻ ലഭിക്കുന്ന ഉയർന്ന മാർക്കുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കും. സ്കോളർഷിപ്പ് ലഭിക്കുന്ന കുട്ടികൾക്ക് ആനുവൽ ട്യൂഷൻ ഫീസായിട്ട് 1,75,000 രൂപയാണ് നൽകേണ്ടത്. സ്കോളർഷിപ്പ് ലഭിക്കാത്ത കുട്ടികൾക്ക് ആനുവൽ ട്യൂഷൻ ഫീസായിട്ട് 2,25,000 രൂപ നൽകണം. ഫസ്റ്റ് ഇയറിലെ അതർ ഫീസ് ഇനത്തിൽ 51,610 രൂപയും ഒരു വർഷത്തെ ഹോസ്റ്റൽ ഫീസ്, മെസ് ഫീസ് ഉൾപ്പെടെ 68,000 രൂപയും നൽകണം. ഈ ഫീസുകൾ എല്ലാം കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നൽകണം. തുടർന്നുള്ള 2, 3, 4 വർഷങ്ങളിൽ ഈ ഫീസുകൾ തന്നെയാണ് നൽകേണ്ടത്. അമൃതയിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം ഫീസുകളൊക്കെ അടച്ചതിന് ശേഷം എന്തെങ്കിലും കാരണത്താൽ ഏതെങ്കിലും കുട്ടികൾ അവിടെ നിന്ന് ലീവ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവർ അടച്ചിട്ടുള്ള ഫീസ് മുഴുവനും തിരികെ ലഭിക്കുന്നതാണ്. അങ്ങനെ തിരികെ ലഭിക്കുന്നതിന് വേണ്ടി അഡ്മിഷൻ എടുത്തത് മുതൽ 30 ദിവസത്തിനുള്ളിൽ തന്നെ അതിനു വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ നൽകണം. അങ്ങനെ നൽകുമ്പോൾ അവർ നൽകിയിട്ടുള്ള തുകയിൽ നിന്ന് 5,000 രൂപ കുറച്ചതിന് ശേഷം ബാക്കി തുക മുഴുവനും തിരികെ ലഭിക്കുന്നതാണ്. അഡ്മിഷൻ എടുത്തതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് 5,000 രൂപ കുറച്ചതിന് ശേഷം ബാക്കി തുക മുഴുവനും തിരികെ ലഭിക്കുന്നത്. എന്നാൽ ക്ലാസുകൾ തുടങ്ങിയതിന് ശേഷം 30 ദിവസത്തിന് ശേഷം കോഴ്സിന്റെ ഇടയിൽ വെച്ച് എപ്പോഴെങ്കിലും ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ് എങ്കിൽ തുടർന്നുള്ള വർഷങ്ങളിലെ ഫീസുകൾ മുഴുവനും നൽകേണ്ടതായി വരും. പെനാൽറ്റി ആയിട്ട് ബാക്കിയുള്ള വർഷങ്ങളിലെ ഫീസും നൽകേണ്ടതായിട്ട് വരും. അങ്ങനെ നൽകിയെങ്കിൽ മാത്രമാണ് നിങ്ങൾ അവിടെ നൽകുന്ന നിങ്ങളുടെ ഡോക്യുമെന്റ്സുകൾ തിരികെ ലഭിക്കുകയുള്ളൂ. +1 +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുകൂടാതെ ജനറൽ ഇംഗ്ലീഷ് എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് എൻട്രൻസ് എക്സാമിന് വരുന്നത്. എൻട്രൻസ് എക്സാമിന്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും amrita.edu എന്ന വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. പ്രോസ്പെക്ടസും വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി റെഗുലർ ആയിട്ട് വെബ്സൈറ്റ് ചെക്ക് ചെയ്യണം. എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.